നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് 5 പേർ കൂടി മരിച്ചതായി സൗദി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പുതുതായി 174 പേർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. നിലവിൽ രോഗബാധിതരായ നിരീക്ഷണത്തിലുള്ളവരിൽ 202 പേർ സുഖം പ്രാപിച്ചു. രാജ്യത്ത് കഴിഞ്ഞ ദിവസം 59,355 RT-PCR പരിശോധനകൾ നടന്നു. ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 5,44,985 ആയി. ഇതിൽ 5,33,632 പേർ രോഗമുക്തരായി. ആകെ മരണസംഖ്യ 8,565 ഉയർന്നു. കോവിഡ് ബാധിച്ച് രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 2,788 കുറഞ്ഞു. ബഹ്റൈനിൽ കോവിഡ് പോസിറ്റീവായ 11 വയസ്സുള്ള സ്വദേശി ആൺകുട്ടിയിൽ നിന്ന് രോഗം ബാധിച്ചത് കുടുംബത്തിലെ 6 പേർക്ക്. ഒരേ വീട്ടിൽ താമസിക്കുന്നവരാണ് ഇവർ. കുട്ടിയുമായി നേരിട്ട് സമ്പർക്കത്തിലേർപ്പെട്ട മാതാവിനും സഹോദരങ്ങൾക്കുമാണ് കോവിഡ് ബാധിച്ചത്. കോവിഡ് രോഗികളുടെ സമ്പർക്ക പട്ടികയിലുള്ളവരെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ആരോഗ്യ മന്ത്രാലയമാണ് ഓഗസ്റ്റ് 26 സെപ്റ്റംബർ 1 വരെയുള്ള കാലയളവിലെ പ്രധാന വിവരങ്ങൾ പുറത്തുവിട്ടത്. ഒമാൻ, ഓസ്ട്രിയ, മാൽദ്വീപ് എന്നിവിടങ്ങളിൽ നിന്ന് ദുബായിലെത്തുന്നവർക്ക് വിമാനത്താവളത്തിലെ കോവിഡ് പരിശോധന ഒഴിവാക്കിയതായി എമിറേറ്റ്സ് എയർലൈൻ അറിയിച്ചു. ഈ 3 രാജ്യങ്ങളിൽ നിന്നുള്ളവർ സെപ്റ്റംബർ 4 മുതൽ ദുബായ് വിമാനത്താവളത്തിൽ കോവിഡ് PCR പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതില്ലെന്ന് എമിറേറ്റ്സ് എയർലൈൻ വെബ്സൈറ്റിൽ അറിയിച്ചു. സ്വകാര്യ അന്താരാഷ്ട്ര സ്കൂളുകളിൽ സ്വദേശികളെ നിയമിക്കാനൊരുങ്ങി സൗദി. യോഗ്യരായ സൗദി പൗരന്മാരിൽ നിന്നും ഇതിനായി അപേക്ഷകൾ ക്ഷണിച്ചു. സ്കൂളുകളിൽ നിയമിക്കേണ്ട സൗദി പൗരന്മാരുടെ തസ്തികകളുടെ എണ്ണം വിദ്യാഭ്യാസ മന്ത്രാലയം ശേഖരിച്ചു തുടങ്ങി. സൗദി മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പ്രഖ്യാപിച്ചതാണ് സ്കൂളുകളിലെ സ്വദേശിവൽക്കരണം. ഇത് സെപ്റ്റംബർ 1 മുതൽ പ്രാബല്യത്തിലായിരുന്നു. ഇതിനു പിന്നാലെയാണ് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് സീനിയോറിറ്റിക്കും വഹിക്കുന്ന പദവിക്കും ആനുപാതികമായി 450 തൊട്ട് 750 ദിനാർ വരെ ശമ്പള വർധന അനുവദിക്കാൻ സിവിൽ സർവീസ് കമ്മീഷൻ തീരുമാനിച്ചതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. അതേസമയം അടുത്തിടെ പ്രഖ്യാപിച്ച പെർഫോമൻസ് അവാർഡുകളെ കുറിച്ച് പരാതിയുള്ളവർ 16 മുൻപ് www.grievance.moh.gov.kw/bonus/online പോർട്ടൽ വഴി പരാതി നൽകണം. ഇതിനുശേഷം ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല. കോവിഡ് കാലത്ത് നിർത്തിവെച്ച വിദേശ തീർത്ഥാടകർക്കുള്ള ഉംറ പുനരാരംഭിച്ചതിനു ശേഷം 3 ആഴ്ചയ്ക്കിടെ വിദേശ രാജ്യങ്ങളിലേക്ക് 350-ലേറെ ഉംറ വിസകൾ അനുവദിച്ചതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. വിസ അനുവദിച്ചവരിൽ 770 പേർ ഇതിനകം പുണ്യഭൂമിയിലെത്തി. കൂടുതൽ വിസ അപേക്ഷകൾ മന്ത്രാലയം സ്വീകരിച്ചു വരികയാണ്. ഉംറ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തെങ്ങും നിന്നുമുള്ള മുസ്ലിങ്ങൾക്ക് മുന്നിൽ സൗദി അറേബ്യയുടെ കവാടങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് മത്സരാധിഷ്ഠിതവും സ്ഥിരവുമായ നിരക്കുകൾ നൽകാൻ ഹോട്ടലുകളെ ഹജ്ജ് ഉംറ മന്ത്രാലയം പ്രേരിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ അനുമതി കൂടി ലഭ്യമായാൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ഈജിപ്തിൽ നിന്നുള്ള സർവീസുകൾ ഞായറാഴ്ച മുതൽ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റ് വിമാനത്താവളത്തിലെ വ്യോമഗതാഗത വിഭാഗം ഡയറക്ടർ അബ്ദുള്ള ഫത്ഗൂസ് അൽ രാഷിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള സർവീസുകൾക്ക് വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതി കാത്തിരിക്കുകയാണെന്നും അടുത്ത ആഴ്ചയോടെ സർവീസുകൾ ആരംഭിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. വെള്ളിയാഴ്ച നടന്ന അബുദാബി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിലെ 1ാം സമ്മാനം 5 സുഹൃത്തുക്കൾ നേടി. ഇന്ത്യക്കാരനായ അബു താഹിർ മുഹമ്മദിന്റെ പേരിൽ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന 4 സഹപ്രവർത്തകരും ചേർന്നാണ് സമ്മാനാർഹമായി ടിക്കറ്റ് എടുത്തത്. സമ്മാന തുകയായ 1.2 കോടി ദിർഹം ഇവർ വീതിച്ചെടുക്കും. ചൂടുകാലത്ത് കുട്ടികളെ വാഹനങ്ങളിൽ ഒറ്റയ്ക്കിരുത്തുന്നതിനെതിരെ ദുബായ് പോലീസ്. ഈ കാര്യത്തിൽ രക്ഷിതാക്കൾ അതീവ ജാഗ്രത കാട്ടണമെന്ന് ദുബായ് പോലീസ് സെക്യൂരിറ്റി അവയർനെസ് വിഭാഗം ഡയറക്ടർ ബുത്തി അൽ ഫലാസി പറഞ്ഞു. വേനൽക്കാലത്ത് പാർക്ക് ചെയ്ത വാഹനത്തിനകത്തെ ചൂട് 70 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താറുണ്ട്. വേനൽക്കാല ആരംഭം മുതൽ പോലീസ് കുട്ടികളെ കാറിൽ ഒറ്റയ്ക്കിരുത്തുന്നതിനെതിരെ ക്യാമ്പയിൻ നടത്തിവരുന്നു. അറിഞ്ഞോ അറിയാതെയോ കുട്ടികളെ രക്ഷിതാക്കൾ വാഹനങ്ങളിൽ ഒറ്റയ്ക്കിരുത്തി അശ്രദ്ധ കാണിക്കുന്ന സംഭവങ്ങൾ ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 7 മാസങ്ങളിൽ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട 39 കുട്ടികളെ പോലീസ് രക്ഷിച്ചു. സൗദി അറേബ്യയിലെ ഖമീസ് മുഷയത്ത് ലക്ഷ്യമിട്ട് ഹൂതികൾ നടത്തിയ ഡ്രോൺ ആക്രമണ ശ്രമത്തെ ശക്തമായി അപലപിച്ചു UAE. അന്താരാഷ്ട്ര സമൂഹത്തെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും വകവയ്ക്കുന്നില്ലെന്നാണ് നിരന്തരമുള്ള ഭീകരാക്രമണങ്ങളിലൂടെ ഹൂതികൾ വ്യക്തമാക്കുന്നതെന്ന് UAE വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.